മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. സംസ്ഥാനത്ത് 4 സമിതികൾ രൂപീകരിക്കും. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനാകും. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനമായത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടരുകയും അതിൽ ജനങ്ങൾക്ക് ജീവൻ വരെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കാനും തീരുമാനമായി. സംസ്ഥാനതല ഉദ്യോഗസ്ഥ സമിതി ഉൾപ്പെടെയുള്ള സമിതികളുടെ ചുമതലകളും പ്രവർത്തന രീതിയും ചീഫ് സെക്രട്ടറി വനം വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കണം. ഇതിൽ സംസ്ഥാനതല സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. വനം, റവന്യൂ, തദ്ദേശം, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിമാർ അംഗങ്ങളായ സമിതിയിലെ കൺവീനർ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഈ സമിതിയാകും സംസ്ഥാന തലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. കൂടാതെ വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള ആധുനിക വിവരവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകൾ, തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിലെ കുറ്റിക്കാടുകൾ ഇല്ലാതാക്കുന്നതിന് ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.